വനം വകുപ്പിൽ നടക്കുന്ന ട്രെയിനിങ് പരിപാടികളിൽ എന്നെ വിമർശിച്ചുകൊണ്ടാണ് ക്ലാസ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ശത്രുവായിട്ട് തന്നെ കണ്ടേ ഒരാൾ മാത്രം, വേറെ ആരും. എനിക്ക് വിഷമം തോന്നി. ഞാനൊരു ഇസ്ലാം മത വിശ്വാസി ഒരു മോളുടെ വീട്ടിൽ നിന്ന് ഒരു കുരങ്ങനെ പിടികൂടി വനം വകുപ്പ് പറഞ്ഞിട്ട്. ഞാനും കരഞ്ഞു. ആ കുട്ടി ഭയങ്കര കരച്ചില്ല. ഞങ്ങളത് പാലോടുകൊണ്ട് തുറന്നു വിട്ടു. ഈ മോള് സത്യസന്ധമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന മോളാണ്. ഈ മോള് നിസ്കരിക്കുമ്പോൾ കുരങ്ങ് നിസ്കരിക്കും. പറഞ്ഞു വിശ്വസിക്കുമോ? അതിനെ കൊണ്ട് കാട്ടി വിട്ട് അത് ജീവിക്കുമോ? പുള്ളിയൊന്നും പറഞ്ഞ പുള്ളി കൂടെ വന്നു. ഒരു മന്ത്രിയെ കാണാൻ കൂടെ വരണം. എന്താ തെറ്റിരിക്കുന്നത്? ഷിബു ബേബി ജോൺ സാർ വനം വകുപ്പ് മന്ത്രിയെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ ഒരാളിനെ അപ്പാന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ടൊരു കുഴപ്പമില്ല. ഈ പല സ്വഭാവം കാണിക്കുന്നിടത്ത് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരപ്പനേ ഉള്ളൂ, ബാഹുലേൻ എന്നുള്ള പേര്. അച്ഛൻ ക്യാൻസർ വന്നപ്പോൾ മരണപ്പെട്ടു. പണ്ട് കാലത്തൊക്കെ മാമനെ പിടിക്കുമ്പോൾ ആരും 5 പൈസ തരാറില്ല. ഇപ്പോഴും തരാത്ത ആൾക്കാരാണ് കൂടുതലുണ്ട്. കാരണം ഇപ്പം തരുമ്പോഴത്തേക്ക് അടുത്ത് വയ്ക്കുന്ന ആൾക്കാരും കൊടുക്കണ്ട, എല്ലാം സർക്കാരാണ്. വണ്ടിപ്പെരിയാറിലൊരു ട്രെയിനിങ് ക്ലാസ് നടന്നു. ട്രെയിനിങ് ക്ലാസ്സിൽ ചർച്ച എന്തായിരുന്നു എന്നറിയാമോ? ഈ പുതിയ മന്ത്രിസഭ വന്നാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം എന്നായിരുന്നു. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇതിനെതിരെ നിയന്ത്രണം വരണം. ഇത് ജനങ്ങളെ പേടിപ്പിച്ച് ഭയചകിതരാക്കി മുന്നോട്ട് പോകും. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ കിട്ടുകയും ചെയ്തു. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. സുരേഷ് ചേട്ടാ, ഇങ്ങനെ ഏതെങ്കിലും കേസിൽ അല്ലാതെ പോലീസിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചേട്ടനെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? അത് ഈ ഉത്തര കൊലക്കേസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നെ DYSP അല്ല, അന്നത്തെ എന്താ പറയുക, അശോക് സാർ, ക്രൈംബ്രാഞ്ച് DYSP, പുള്ളിയാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് അതിന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പോയി ഹാജരായി. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള അവർ വിളിച്ചിട്ടാണ് ഞാൻ ഹാജരാകുന്നത്. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല എൻ്റെ പൂർണ്ണ പരിഹാരം. ഇനിയൊരു കേസ് വേറെ വരാൻ പോകുന്നത്, ആദ്യം പേര് വന്നത് സുരേഷിൽ നിന്ന് പാമ്പ് വാങ്ങിയെന്ന്. അതുകൊണ്ട് എന്നെ ഒരുപാട് വിളിച്ചു. ഞാനും ഞെട്ടി. കാരണം ഞാനത് അറിയുന്നില്ല. ഈ വാർത്ത വരുന്നത് ഞാൻ. അപ്പോൾ ചാനലിൽ നിന്ന് സൂരജിന് പാമ്പിനെ കൊടുത്തത് സുരേഷാണ്. സുരേഷ് ചാവരുകാവെന്നാണ് അതിൻ്റെ അടിയിലുള്ളത്. പക്ഷേ ആളുകൾ സുരേഷ് എന്ന് മാത്രമേ കേട്ടു. ഉടനെ എനിക്കും അങ്ങോട്ട് കോൾ വരാൻ തുടങ്ങി. സുരേഷ് ഏതാ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, സുരേഷാണോ കൊടുത്തത്, സുരേഷിൻ്റെ പേരാണ് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞാനും ആകപ്പെടെ ഒരു പാനിക്കായി, ഒരു രക്ഷയില്ല. എൻ്റെ കുറേ പിന്നെ ഞാനത് നോക്കി. പിന്നെ ഞാൻ വാർത്ത കണ്ടപ്പോൾ സുരേഷ് ചാവരുകാവ്. ഞാൻ പറഞ്ഞ പൊട്ട അതിൻ്റെ അടിയിൽ എന്തെങ്കിലും എഴുതി കാണിക്കണം നോക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, പൊട്ടാൻ്റെ അടി എഴുതി എഴുതി വിളിച്ചു കൊടുത്തത്. അങ്ങനെയാണ് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ആരാണ് വിളിച്ചെന്ന് പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെ അതിനെ ആ അവസ്ഥയിൽ ഇനിയൊരു കേസ് വരാൻ കിടക്കുന്നു ഈ പ്രതിക്ക്. ഇപ്പോൾ അയാൾ പ്രതിയാണ്. കാരണം പാമ്പിനെ വിറ്റ ആൾ ജയിലിൽ പോകും. അതിൻ്റെ പേരിൽ ഇപ്പോൾ കൊലപാതകത്തിന് കേസില്ല. അതിൻ്റെ പേരിൽ ഒരു മാപ്പ് സാക്ഷിയായി മാറി. പക്ഷേ വനം വകുപ്പിൻ്റെ പാമ്പ് വിറ്റതിന് പുള്ളി എത്രയോ എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അതിന് പുള്ളി കേസിലെ പ്രതിയാവും. 8 വർഷത്തോളം ജയിലിൽ പോകാം. ഈ കടി കിട്ടിയ ഈ കൊന്ന ആളും പാമ്പ് വാങ്ങിയതിനും കൊടുത്തതിനും 8 വർഷം വീതം ജയിലിൽ പോകണം. അപ്പോൾ ഈ കൊലക്കേസ് ഏകദേശം 20 വർഷം വരെയാണ് വെച്ചിട്ട്. ആ 20 വർഷം ഏകദേശം തീരാറാകുമ്പോഴേക്കും മറ്റേ കേസ് വരുന്നു. അപ്പം അതും കൂടി ചേർത്ത് ഒരുമിച്ച് അങ്ങ് പോകും. ഇനി വേറൊരു കേസ് അറിയാം. ഞാൻ ഈ കേസ് അന്വേഷിച്ച് പോയ സമയത്ത് പോലീസൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് വേറൊരു പ്രപ്പോസൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേസിലില്ല. അത് ഞാൻ അന്വേഷിച്ചു അതിൻ്റെ പിറകെ പോയി. അപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഇപ്പോൾ ഇത് ഉത്തര മാത്രമല്ല, ഇപ്പോൾ ഉത്തര മാത്രം. ഇനി ഉത്തരയുടെ അച്ഛൻ നഷ്ടപ്പെടും, അമ്മ നഷ്ടപ്പെടും, സഹോദരങ്ങൾ നഷ്ടപ്പെടും, ഈ കുട്ടി നഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഇവന് ആരോടും സ്നേഹമില്ല. ഇതിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഈ പാമ്പ് കടി തന്നെ അവിടെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള മുഴുവൻ പേരും ഇല്ലാതാവും. ഈ സ്വത്ത് മുഴുവനും പുള്ളിയുടെ പേരിലാവും. ഇതായിരുന്നു പുള്ളിയുടെ അജണ്ട. അത് പൊളിച്ച് അകത്താക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. അതിന് ഞാൻ സന്തോഷിക്കുന്നു, അത് അഭിമാനിക്കുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ അന്ന് തൊട്ട് തുടങ്ങിയ വനം വകുപ്പിൻ്റെ എതിർപ്പാണ് എന്നോടുള്ളത്. ഞാനാണ് നേരിട്ട് ഇതിനെ കുത്തിപ്പൊക്കിക്കൊണ്ടത്. മെയിൻ സാക്ഷി. അതിൻ്റെയൊക്കെ ഞാൻ ചിരിച്ചൊരു സംഭവം കൂടിയുണ്ട്. എന്താണെന്നറിയാം? CBI ഡയറി കുറിപ്പിൽ മാത്രമേ നമ്മൾ ഡമ്മി കണ്ടിട്ടുള്ളൂ. ഡമ്മി ഓക്കെ, ഒരു ബോഡിയുടെ വെയിറ്റിൽ നമുക്ക് ഇട്ട് നോക്കാം, ചെയ്യാം. ഒരു ഡമ്മിയിൽ പാമ്പ് കടിക്കുക. ഡമ്മി പരീക്ഷണം നടത്തിയിരിക്കുന്നു. ലോകത്തിലെ പൊട്ടന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യമാണത്. ഡമ്മിയെ കൊണ്ട് പാമ്പിനെ കടിപ്പിക്കുന്നു. ഡമ്മിയിൽ പാമ്പിനെ കടിപ്പിക്കുന്നത്, പാമ്പിനെ അങ്ങോട്ടിട്ട് കുത്തുന്നു, ഇങ്ങോട്ടിട്ട് കുത്തുന്നു, അവിടെ ഇട്ടടിക്കുന്നു, ഇവിടെ ഇട്ടടിക്കുന്നു. എനിക്ക് ചിരി വന്നു എന്നുള്ളതാണ്. അതിനെതിരെ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. ചുമ്മാ എന്തെങ്കിലും കണ്ടാൽ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് ജന്മന ഉള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷേട്ടാ, ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പം പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ എത്രയോ കേസുകളിലും അതേപോലെ മറ്റ് പഠനങ്ങളിലും ഒക്കെ സുരേഷേട്ടൻ ഒരുപാട് ഇൻഫ്ലുവൻസ് അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയാണ് സുരേഷേട്ടൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കറിയാലോ, ഞാനൊരു കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി എനിക്ക് വേണമെങ്കിൽ സമരം നടത്താം, നിരാകരണം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതെല്ലാം മറ്റുള്ളവരെ ബുദ്ധിമുട്ട് ഇന്ന് ചെയ്യാതിരിക്കാനുള്ള ചെയ്യും. ഞാൻ താമസിയാതെന്നുള്ള പരിപാടി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്നെ മിണ്ടാതിരിക്കുന്നത്. ഞാൻ ഗാന്ധിജി എന്നല്ല ഒരു കാവാലത്തെ അടിക്കുമ്പോൾ മറു കാവാലം കാണിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഈ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം നിങ്ങൾക്കറിയാമോ? ഈ തിരുവനന്തപുരത്ത്, പാലക്കാട്, എല്ലാ ജില്ലയിലും ഈ ആപ്പെന്ന് പറഞ്ഞാൽ ഈ ആപ്പൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ സാധനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ദ്രോഹിച്ച പീഡിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് വനംവകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കാൻ വന്നു. പരാതി കൊടുക്കാൻ വന്നപ്പോൾ ഈ ആപ്പെന്ന് പറഞ്ഞ സാധനത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടി വന്നു, പാലക്കാടുള്ളത്. പാവപ്പെട്ട ഇവിടെ നിന്ന് മന്ത്രിയെ കണ്ട് വീഡിയോ എടുത്ത് ഒരാൾ വീഡിയോ ഇട്ടു. അന്ന് ആപ്പിൽ നിന്ന് പയ്യനെ പേര് വെട്ടി. ഇപ്പോൾ പുള്ളി ഒന്നും പറഞ്ഞ പുള്ളി കൂടെ വന്നു. ഒരു മന്ത്രിയെ കാണാൻ കൂടെ വന്ന് എന്താ തെറ്റിരിക്കുന്നത്? ഷിബു ബേബി ജോൺ സാർ വനം വകുപ്പ് മന്ത്രിയെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിക്കളഞ്ഞു ആപ്പിൽ നിന്ന്. ഒന്ന് ആലോചിച്ചോളൂ. നിങ്ങൾക്കറിയാമോ, ശബരിമല ഡ്യൂട്ടി എന്നത് പാലക്കാടുള്ളൊരു ചെറുപ്പക്കാരനാണ്, ബൈജു കോട്ടപ്പാടവും ഞാനും കൂടെ പുള്ളിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസർ വിളിച്ചു, കിഴക്ക് കൊണ്ടുപോയി കയറ്റി. പുള്ളി എന്നിട്ട് എന്താണെന്നറിയാം, പുള്ളിയുടെ DP നോക്കിയപ്പോൾ ഞാനും കൂടെ നിൽക്കുന്ന DP മൊബൈലിൽ, ഞാനും പുള്ളിയും കൂടെ. ഉടനെ പുള്ളി പറഞ്ഞു എനിക്കിഷ്ടപ്പെടാത്തതാണ് ബൈജു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഒന്ന് ഇപ്പോൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കും. ഇനിയൊന്നുണ്ട്, ഈ പറഞ്ഞ മനുഷ്യൻ ഗവൺമെൻറ് നമ്മൾ വേർക്കുന്ന പൈസയാണ് ഇവനൊക്കെ വാങ്ങിച്ച് നക്കുന്നത്. നമ്മുടെ കരമടയ്ക്കുന്ന പൈസയാണ് ഇവനൊക്കെ ശമ്പളമായിട്ട് ഏസിക്കാത്തിരുന്ന് വാങ്ങുന്നത്. അത് അല്ല, ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, എനിക്ക് ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഇവിടുന്ന് എന്താ പറയുക, ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നൊരു കോൾ വരും, രാജഗോപാലെ പിടിക്കാൻ. രാജഗോപാലെ കൂട്ടിന്ന് പിന്നെ അവിടുന്ന് നമ്മുടെ ഇതിൽ നിന്ന് വിളിച്ചു, വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ച്. നമ്മളെ മലയാളികളുടെ ഒരാൾ ഓഫീസർ ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി വിളിച്ചു, സ്വീഡനിൽ നിന്ന്. ആ സംഭവം കഴിഞ്ഞു പോയി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിൽ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ സെക്രട്ടറി സ്വീഡൻ്റെ വൈറ്റ് ഹൗസിനെ കാണിക്കുന്ന പുറകിൽ രാവിലെ പല്ല് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വരുന്നു, അത് ഇന്ന സ്ഥലത്തു നിന്നാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. വനം വകുപ്പിൽ നിൽക്കുന്ന ഒരു ഓഫീസറാണ്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കാനുണ്ടോ? പുള്ളി പോസ്റ്റ് ഇട്ടു. പുള്ളി സർക്കാർ ജീവനക്കാരനാണ്. എനിക്ക് പരാതി കൊടുക്കാം, വേണമെങ്കിൽ പരാതി കൊടുത്താൽ എനിക്ക് അങ്ങറ്റം വരെ പോവാം, കേന്ദ്രം വരെ എനിക്ക് പോവാം. അതിന് വേണ്ടുന്ന ആളുകൊണ്ട് എന്നെ സഹായിക്കാൻ ആൾക്കാരുമുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ ഒരാളിനെ അപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കതുകൊണ്ടൊരു കുഴപ്പമില്ല. ഈ പല സ്വഭാവം കാണിക്കുന്നിടത്ത് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരപ്പനേ ഉള്ളൂ, ബാഹുലേന എന്നാണ് പേര്. അച്ഛൻ ക്യാൻസർ വന്നപ്പോൾ മരണപ്പെട്ടു. അതുകൊണ്ട് ഞാൻ തല കുനിക്കാനോ നടു കുനിക്കാനോ ഞാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ചെയ്തോട്ടെ, അവർക്ക് സമ്മാനം കിട്ടുമെങ്കിൽ ചെയ്തോട്ടെ. വനം വകുപ്പിൽ നടക്കുന്ന ട്രെയിനിങ് പരിപാടികളിൽ എന്നെ വിമർശിച്ചുകൊണ്ടാണ് ക്ലാസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഏതെങ്കിലും ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്തിട്ടുണ്ടോ? എന്നെ വിമർശിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയുടെ പയ്യന്മാർക്ക് ചെറുപ്പക്കാർ വരണവർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും. പല ഒരു മഹാശത്രുവായി. ഞാൻ വനം വകുപ്പിനെതിരല്ല. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷമില്ലേ? ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷമില്ലേ? അപ്പോൾ അവർ അഭിപ്രായങ്ങൾ പറയുന്നില്ല. അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഇവരെ ഈ പറയുന്ന തെറ്റായ കാരണം, ഞാൻ ഈ ആപ്പ് തെറ്റാണെന്ന്, ആപ്പ് മാറ്റണം, ആപ്പ് പൂട്ടണം. എന്നിട്ട് വനം വകുപ്പ് എന്താ പറയുക, KFRRT എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കണം. കേരള ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഒരു സംഘടന ഉണ്ടാക്കി വനം വകുപ്പിൻ്റെ സർക്കാർ ജീവനക്കാരല്ലാത്ത ഒരാളും അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞ നായും പൂച്ചയൊക്കെ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ, പെറ്റീഷൻ കമ്മിറ്റിയിൽ, വനം വകുപ്പ് മന്ത്രി ഗണേശ് സാറിൻ്റെ സമയത്ത്. അന്ന് ഈ ആപ്പിൽ ലോക്കൽ ആൾക്കാർ ഭരിക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയാൽ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കും. ഇനിയൊരു തമാശയുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പാമ്പിനെ പിടിക്കുന്ന ആൾ ട്രിവാൻഡ്രത്ത്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്നെ. അപ്പോൾ ഈ ആപ്പിൽ പേടിച്ച് അവരോടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. പുള്ളി കാലൊടിഞ്ഞ് കിടന്നു. ഇപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പോൾ ഈ ഓഫീസർ പുള്ളിയെ വിളിച്ചു ചോദിക്കുന്നത്, ഇന്ന ഇതിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്നോ? പറഞ്ഞ് പുള്ളി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. വാവാ സുരേഷ് ഏട്ടൻ കാണാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു ഒറ്റ ചോദ്യം, വാവാ സുരേഷ് നമ്മളുമായിട്ടൊന്നും അത്ര നല്ല ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ എന്നെ അതിലൊന്നും വലിച്ചിടരുത്, ഞാൻ എൻ്റെ ഒരു ചേട്ടനെ പോലെ കാണുന്നു, ഞങ്ങൾ 25 വർഷമായി പരിചയപ്പെട്ടിട്ട്, നിങ്ങൾ തമ്മിലുള്ള കാര്യം നിങ്ങൾ തമ്മിൽ തീർത്തോളണം,
എന്നെ അതിൽ വലിച്ചിടൽ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പുള്ളി ഞാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു മാസം മുന്നേ കണ്ണൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് ഞാനിങ്ങനെ ചേട്ടൻ്റെ DP നമ്മൾ വിളിക്കുന്ന DP ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്, അത് ഇന്ന ആൾ വിളിച്ചു പറഞ്ഞത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡിലീറ്റ് ശത്രുവായിട്ട് തന്നെ കണ്ടേ, ഒരാൾ മാത്രം, വേറെ ആരുമില്ല. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ വനം വകുപ്പിൽ നല്ലൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്, നല്ല ഇതിനു മുന്നേ 2 അത് പറഞ്ഞപ്പോഴാണ് ഒരു ജോലി സുരേഷ് ഏട്ടനെ അവിടെ ഓഫർ ചെയ്തിരുന്നതായിട്ടൊക്കെ അതിന് അത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ജനങ്ങളിലൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കും. ജോലി പെർമനൻ്റ് ജോബല്ല. അവർ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഒരു വാച്ചർ ജോലി, ജീവിതകാലം മൊത്തം വാച്ചറായിരിക്കും. സുരേഷ് ഏട്ടൻ അതല്ലല്ലോ ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഇവരെന്നെ വാച്ചർ എന്ന് പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ വാച്ചർ. എവിടെയെങ്കിലും മറ്റേ ഗേറ്റ് പൊക്കാനോ താക്കാനോ കൊണ്ടുവരുത്, ചത്ത പന്നിയെ കുഴിച്ചിടാൻ വിളിച്ചുകൊണ്ട് പോകും. ഇതിൻ്റെ ക്ലീനിങ് ആയിരിക്കും ഞാൻ മൊത്തം ചെയ്യേണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാനൊരു അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച ഒരു 13 വയസ്സൊക്കെ ആയപ്പോഴേ 6ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഞാൻ പണിക്കിറങ്ങിയ ആളാണ്. 6ാം ക്ലാസ് പിന്നെ ഹൈസ്കൂളൊക്കെ പോയതെല്ലാം ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള എബി ജേക്കബ് എന്ന് പറഞ്ഞിട്ട് വിങ് കമാൻഡിങ് ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളി എയർഫോഴ്സിൻ്റെ കമാൻഡിങ് ഓഫീസറാണ്. പുള്ളി ഗോഹട്ടിയിൽ ആസാമിലാണ്. അപ്പോൾ പുള്ളിയുടെ ഇവിടെ വീട്ടിൽ നിന്നാണ് ഞാനൊക്കെ വളർന്നത്. അപ്പോൾ പുള്ളി എനിക്കൊരു 19-18 വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ പറഞ്ഞു, നിനക്ക് ഒരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ഓഫീസറിന് 12-13 വരെ ജോലി കയറ്റാം. അങ്ങനെ എന്നെ ജോലി കയറ്റാമെന്നും പറഞ്ഞ് കൊണ്ടുപോയ ആളാണ് ഞാൻ എന്നിട്ട് വഴിയിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. കാരണം എയർപോർട്ടിൽ ഗോഹട്ടിയിലൊരു പോസ്റ്റിങ്ങൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, എയർപോർട്ടിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പോസ്റ്റിൽ നല്ലതായിട്ട് ജോലി ചെയ്യാൻ വരുന്നത്. ഞാൻ അത് കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. അതുപോലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ്. പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വാച്ചർ ജോലി എനിക്ക് തോന്നുന്നു സുരേഷിനെ അവിടെ അങ്ങ് ഒതുക്കാം എന്നുള്ള രീതിയിലായിരിക്കും മേ ബി. അല്ല, അവർ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാരടുത്തുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് എന്നെ കൊണ്ടുപോയതാണ്. എൻ്റെ അമ്മ ആ വീട്ടിലെ വനംവകുപ്പിൻ്റെ സദ്യനെ 100% ഉറപ്പാണ്. അങ്ങനെ ഒതുക്കി വിടുമ്പോൾ ഞാൻ ഒതുങ്ങിയിരിക്കുമെന്ന് ഒരു പ്രതീക്ഷിച്ചു. പിന്നെ വനംവകുപ്പ് മന്ത്രി ഗണേശൻ അന്നേ അറിയാം. ഞാൻ സാറേ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ, ഞാൻ പാമ്പിനെയൊക്കെ പിടിച്ച് കാട്ടിക്കൊണ്ട് ഞാനൊരിക്കലും എൻ്റെ പേരിൽ ഞാനൊരു പാമ്പിനെ വിലയ്ക്ക് വാങ്ങിച്ചോട്ടോ വിറ്റതായിട്ടോ ഒന്ന് ഒരിക്കലും കേസെടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സേവനം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ കോടികൾ എനിക്ക് നഷ്ടമുണ്ട് ഈ മേഖലയിൽ വന്നിട്ട്. പണ്ട് കാലത്തൊക്കെ പാമ്പിനെ പിടിക്കുമ്പോൾ ആരും 5 പൈസ തരാറില്ല. ഇപ്പോഴും തരാത്ത ആൾക്കാരാണ് കൂടുതലുണ്ട്. കാരണം ഇപ്പം തരുമ്പോഴത്തേക്ക് അടുത്ത് വയ്ക്കുന്ന ആൾക്കാരും കൊടുക്കണ്ട, എല്ലാം സർക്കാരാണെന്ന് പറയും. ഇവിടെ നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ സർക്കാർ എന്നെ തിരുവനന്തപുരത്ത് കേരളത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ ഫോട്ടോയുണ്ടോ ഈസ്റ്റ് ബോട്ടിൽ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അറിയപ്പെടുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച് വട്ടത്തിൽ ഓഫീസ് സെക്രട്ടറി നമ്മുടെ അവിടെ ഈസ്റ്റ് ബോട്ടിൽ മേൽപ്പാലത്തിൻ്റെ താഴെ ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഫോട്ടോ എൻ്റെ ഫോട്ടോയാണ്, വട്ടത്തിലിരിപ്പുണ്ട്. എത്ര പേർക്കറിയാം? അപ്പം നമ്മളെ സർക്കാരിൽ നമ്മുടെ ആൾക്കാർ അംഗീകരിച്ചുവെങ്കിലും ചില ആൾക്കാർക്കത് പിടിക്കുന്നില്ല. അത് കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇതിലൊന്നുമില്ല, അസൂയ മാത്രമാണ്. ഇനിയൊരു ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഉത്തരം പറയുകയാണ്. എനിക്ക് കടി കിട്ടിയപ്പോൾ മുട്ടിൽ കടി കിട്ടിയത് കണ്ടു നിങ്ങൾ, കോട്ടയത്ത് കടി കിട്ടി. ആ സമയത്ത് 2 ദിവസങ്ങൾക്ക് മുന്നേ കാറിടിച്ച് എൻ്റെ നട്ടല് പൊട്ടിയിരിക്കുകയാണ്. 3 പൊട്ടലുണ്ടായിരിക്കും. 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നാട്ടുകാർ വിളിക്കുന്നു, ഞാൻ പോകുന്നത് എൻ്റെ ബെൽറ്റെല്ലാം ഒരു വണ്ടിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. കഴുത്തിൽ കോളർ ഉണ്ടായിരുന്നു. എനിക്ക് തിരിക്കാനൊന്നും പറ്റില്ല. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. 2-3 അപകടങ്ങളായപ്പോൾ അത് വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയി പാമ്പിനെ പിടിച്ച് എടുത്തു വന്നപ്പോൾ എനിക്ക് പെയിൻ അനുഭവപ്പെട്ടു നടുവിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആക്ഷൻ വന്നില്ല. അപ്പോഴാണ് ഈ കടി ഇവിടെ കിട്ടുന്നത്. ആ സമയത്താണ് ഇയാൾ വന്ന് ഒരു മീഡിയയിലൊന്ന് ഭയങ്കരമായിട്ട് വിമർശിച്ചു തന്നെ, ഇതാണ് എപ്പടിയെന്ന് പറഞ്ഞു. ഇയാൾ നാട്ടിൽ റോട്ടിൽ പോണവനെയൊക്കെ വിളിച്ച് പാമ്പിനെ പിടിപ്പിച്ച് എത്ര പേർക്ക് കടി കിട്ടിയെന്നറിയാമോ? ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു ചാനലുകാർ ചെയ്തിട്ടുണ്ടോ? 140 പേർക്ക് മുകളിൽ കടി കിട്ടി. 140 പേർക്ക് മുകളിൽ കടി കിട്ടി. അതിലാണ് ആ ചെറുപ്പക്കാരൻ ഷിബു മരണപ്പെട്ടത്. ഷിബുവിനെ എനിക്കെതിരെ കൊണ്ടുവന്ന് കുറേ വീഡിയോസ്. വനം വകുപ്പിനകത്ത് RRT ഓഫീസിനകത്ത് ഒരു പാമ്പ് കൊടുത്തക്കാരൻ തൂങ്ങി മരിച്ചു പരുത്തിപ്പള്ളിയിൽ. എന്തെങ്കിലും വാർത്ത വന്നു, അതവിടെ തീർന്നു. എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ, എന്തെങ്കിലും ഒരു അന്വേഷണം, വിജിലൻസ് അന്വേഷണം, കേസോ അവസാനത്തെ കോളം നടന്ന് എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? RRTയിൽ പുള്ളി എനിക്കെതിരെ നിന്ന ആളാണ്. എനിക്കെതിരെ ഇങ്ങനെ കുറേ പേരെ ഇവർ വളർത്തിക്കൊണ്ടുവരും. നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത കാലത്ത് വണ്ടിപ്പെരിയാറിലൊരു ട്രെയിനിങ് ക്ലാസ് നടന്നു. ട്രെയിനിങ് ക്ലാസ്സിൽ ചർച്ച എന്തായിരുന്നു എന്നറിയാമോ? ഈ പുതിയ മന്ത്രിസഭ വന്നാൽ ഉടനെ വാവാ സുരേഷിനെ പൂട്ടണം എന്നായിരുന്നു. ആ അതിനകത്ത് ചർച്ച കഴിഞ്ഞ് അടുത്ത 5ാമത്തെ മിനിറ്റിൽ എനിക്ക് കോൾ വന്നു, ചേട്ടാ ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്, ഇന്ന ആൾക്കാരായിരുന്നു എന്നാലോചിച്ചോ. ഞാൻ ഒരാളിനെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. എന്നെ ശത്രുവായിട്ട് കാണാൻ എനിക്കൊന്നും പറയാൻ അറിയാലോ. ഞാൻ ഈ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയൊരു യാത്രയാണ്. വളരെ കഷ്ടപ്പെടുന്ന ഒരാളാണ്.
എന്താ പറയുക, അതിനിടയിൽ കൂടിയാണ് ഇവരെപ്പോലുള്ള പീഡനം. ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയാമോ? മാനസിക പീഡനം. എനിക്ക് പാമ്പ് കടിയേറ്റിട്ടോ മാനസിക സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും സൂയിസൈഡ് തന്നെ ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം 1-2 വ്യക്തികളാണ് എന്ന് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പത്രത്തിൽ. അവരുടെ നമ്പർ ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യം വരുമ്പോൾ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്തെത്തും. ഒരാള് സൂയിസൈഡിലേക്ക് കൊണ്ടെത്തിച്ച രീതിയിൽ ഇവര് വൈരാഗ്യം വെച്ച് പുലർത്തും. അതാണ്. അപ്പോൾ ഇവർ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാതാവണമെന്ന് ചിന്തിക്കുന്നൊരു ടീം വർക്ക് നമ്മുടെ കേരളത്തിൽ നടപ്പുണ്ട്. അതിൽ വനം വകുപ്പിൻ്റെ 1-2 ഓഫീസർമാരുണ്ട്. പുതിയ തലമുറയുടെ ഓഫീസർമാർക്ക് എന്നോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. ഇവരെന്തെങ്കിലും ഒരു ചുക്കും എടുക്കാൻ പറ്റില്ല. ഫോറസ്റ്റ് നിയമങ്ങളെന്ന് വെച്ചാൽ കേന്ദ്ര വൈൽഡ് ലൈഫ് നിയമങ്ങളാണ്. സംസ്ഥാനത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആപ്പ് ഉണ്ടാക്കിയ സമയത്ത് നിയമസഭയിൽ ചെയ്തിരുന്നോ? നിയമസഭ പാസ്സാക്കിയിരുന്നോ? പാസ്സാക്കിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇവിടെ ലൈസൻസ് കൊടുക്കുക? കേന്ദ്ര വൈൽഡ് ലൈഫ് നിയമത്തെ ഇവിടെ ഓരോ സംസ്ഥാനങ്ങളും വാച്ചർമാർ മാത്രമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോറസ്റ്റ് കേന്ദ്രത്തിൻ്റെയാണ്. അതിലെ താൽക്കാലിക വാച്ചർമാർ മാത്രമാണ്, നോക്കി നടത്തുന്ന ആൾക്കാർ മാത്രമാണ്. ഇതൊരു DFO എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ ലക്ഷക്കണക്കിന് രൂപയും ശമ്പളം വാങ്ങി ഈ ട്രെയിനിങ് പീരീഡ് ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സർക്കാർ വണ്ടിയിൽ പല വേറെ ലോക്കൽ ആൾക്കാരെ വിളിച്ച് അവർക്കും പൈസ കൊടുത്ത് ഇതൊക്കെ അഴിമതിയല്ലേ? ഇതൊക്കെയാണ് ഞാൻ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അരിപ്പയിൽ പോയി ക്ലാസ് എടുത്ത് എനിക്ക് തന്ന 2000 രൂപയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇപ്പോഴത്തെ കണക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ DA, പെട്രോൾ അലവൻസ്, വാഹനം, ഡ്രൈവർ, താമസം, എന്തെങ്കിലും ഒരു കണക്കുണ്ടോ ഇതുവരെ? ഇതൊക്കെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. വനം വകുപ്പിനെ നശിപ്പിച്ചു നാറാണക്കല്ലുപിടി. ഓഫീസർമാർ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? റോഡിൽ പറഞ്ഞ പാമ്പിനെ പിടിക്കലല്ല ജോലി. കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളെ സംരക്ഷിക്കുന്ന തിരിച്ചു കയറ്റുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഇവിടെ പാമ്പിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു DFOയുടെ ആവശ്യം എന്തിനാണ്? സർക്കാർ ശമ്പളം കൊടുത്തിരുത്തുന്നത് ഒരു ലോക്കൽ ആൾക്കാരുടെ പറഞ്ഞ് അവർ കൊടുക്കില്ല, അടിപൊളിയായി ട്രെയിനിങ് കൊടുക്കത്തില്ല. ഞാൻ 2006 ട്രെയിനിങ് കൊടുത്തു, ഒരാളിന് ഇന്ന് വരെ കടി കിട്ടിയിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഇന്ന് വരെ ഒരു ആളിന് ഞാൻ ട്രെയിനിങ് കൊടുത്ത് ഒരാളിന് കടി കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പം നിങ്ങളായിരുന്നാലും സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ശത്രുക്കളുണ്ടാകും. പിന്നെ നിങ്ങളെ എങ്ങനെ നശിപ്പിക്കാം, അത് ഏത് രീതിയിലും, ഒന്നുകിൽ നമ്മുടെ അനാവശ്യം പറഞ്ഞ് നമ്മൾ നശിപ്പിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ കുരുക്കും. ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്നതല്ല. എനിക്കൊരു കോൾ വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കും എന്തായിരിക്കും അവരുടെ ചിന്ത, എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. അപ്പോൾ എത്രയോ പേരുടെ പ്രാർത്ഥനയും കാണും സുരേഷ് ചേട്ടാ. അത് 100% ഉറപ്പായിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം നിങ്ങളുടെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും സാവകാശം സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ വേറെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. വളരെ എല്ലാം പറഞ്ഞ് നല്ല സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. മറ്റെല്ലാം നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് ആകുമ്പോൾ ഇപ്പോൾ ഈ പഠനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. റിലീസിങ് പോളിസി അനിവാര്യമാണ്. ഡെത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഈ പറയുന്ന ഡെത്തൊന്നും അല്ല കേരളത്തിൽ നടക്കുന്നത്. പാമ്പടി ഡെത്ത് വളരെ കൂടുതലാണ്, കടിയും കൂടുതലാണ്. ഇതിനെക്കുറിച്ചൊരു പഠനം വേണം. ഇതൊക്കെ ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മരുന്ന് റീഡെവലപ്പ് ചെയ്യണം. അത് അനിവാര്യമാണ്. നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവണം. സുരേഷ് ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ ഈ പാമ്പുകളെ കുറിച്ചിട്ടുള്ള അവർ ഇൻഫോർമേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ വരുന്നത്. ഇപ്പൊ ഹെൽമെറ്റിനകത്ത്, ഈ അടുത്തിടയ്ക്ക് ഫ്രിഡ്ജിനകത്ത് വരെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എത്രമാത്രമാണ്? അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആളുകളെ? 100%. കാരണം വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ആൾക്കാർക്ക് വിടുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഫ്രിഡ്ജിനകത്ത് ഓൺ ചെയ്യുന്നൊരു ഫ്രിഡ്ജിനകത്ത് നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പാമ്പ് ദിവസങ്ങൾ അതിനകത്തിരുന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ പാമ്പ് 10 വിടർത്തിയിരിക്കും.
അത് അത് പാമ്പിനെ കൊണ്ടുവച്ച് വീഡിയോ ചെയ്തതാണ്. അതാണ് തെറ്റിദ്ധരിപ്പ്. ഇപ്പോൾ ഹെൽമറ്റിനകത്ത് പാമ്പിൻ്റെ രസങ്ങൾ പറഞ്ഞു. ഒരു 3 വർഷങ്ങൾക്ക് ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന സാറിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പറമ്പിലൊരു ഹെൽമറ്റ് ഇങ്ങനെ കമന്ന് നടന്നു. ഒരു പാമ്പ് ജനങ്ങൾ ഓടിച്ചപ്പോൾ അത് ഓടി ഹെൽമെറ്റിനകത്ത് ഞങ്ങളത് കൗമുദിൽ TV-യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഹെൽമെറ്റിനകത്ത് മുഴുവനും പാമ്പാണ്. അത് കഴിഞ്ഞ് അതിന് മുന്നേ നമ്മുടെ കരിക്കകത്തൊരു ക്ഷേത്രത്തിനടുത്തൊരു വീട്ടിൽ ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോകാൻ നേരം സ്കൂളിൽ പോകാൻ ഡ്രസ്സെല്ലാം മാറി സ്റ്റെയർകേസിൻ്റെ ഷൂ എടുത്തിടാകുമ്പോൾ അതിനകത്തൊരു മുറുക്കൻ പാമ്പിൻ്റെ. അന്ന് ഞാൻ കോഴിക്കോട് പോകാനായിട്ട് മൊയ്പ്പത്തൊരു പ്രോഗ്രാമിന് പോകാനായിട്ട് ഇറങ്ങി ഇന്നോവയിലാണെന്ന് ഞാൻ പാരിപ്പള്ളി ആയതേ ഉള്ളൂ. അപ്പോൾ ഷൂവിനകത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു. എൻ്റെ മൊബൈലിലെടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനത് പോസ്റ്റ് ചെയ്തു. അത് കണ്ടതിന് ശേഷം ഇപ്പോൾ കംപ്ലീറ്റ് ഷൂവിനകത്തും പാമ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വീഡിയോയ്ക്ക് ഇപ്പുറത്ത് അതിനുശേഷം ഇപ്പുറത്തോട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇതിനെതിരെ നിയന്ത്രണം വരണം. ഇത് ജനങ്ങളെ പേടിപ്പിച്ച് ഭയചകിതരാക്കി മുന്നോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, പാമ്പ് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന പാമ്പിന് വിഷം എന്നാണ് പറയുന്നത്. ലോകത്ത് വിഷമുള്ള ഒരു ജീവിയേ ഉള്ളൂ, അത് മനുഷ്യൻ മാത്രം. ഒരു പെൺകുട്ടി, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വയസ്സിലൊരു മോക്ക് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്നുണ്ടോ? വിഷ കണ്ണുകൊണ്ട് നോക്കുന്ന വൃത്തികെട്ട ജന്തുക്കൾ, വിഷ വാക്കുകൾ തുപ്പുന്ന ജന്തുക്കൾ. അപ്പോൾ അതിൻ്റെ അത്രയും ഭീകരതയുണ്ടോ പാമ്പുകൾക്ക്? എൻ്റെ അതിഥികൾ, കാരണം ചവിട്ടിയാൽ മാത്രം കടിക്കും. ഇവിടെ ഞാനൊരു പ്രാധാന്യം കൊടുക്കുന്നു. ആർക്കെന്നറിയാം? ശ്രീ നാരായണ ഗുരുദേവന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ലോകത്ത് അദ്ദേഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അദ്ദേഹം മാത്രമേ പറഞ്ഞു. ആ ലോകത്ത് ഇലക്ഷൻ വരുമ്പോൾ പോലും ഇന്നത്തെ ജനങ്ങൾക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇലക്ഷൻ മൈക്ക് കിട്ടുമ്പോൾ ചുമ്മാ പ്രഹസനങ്ങൾ മാത്രം, വോട്ടിന് വേണ്ടിയുള്ള പ്രളങ്ങൾ മാത്രമാണ്. പക്ഷേ ഇന്ന് ഭൂമിയിൽ എനിക്ക് വിഷമം തോന്നി. ഞാനൊരു ഇസ്ലാം മത വിശ്വാസി ഒരു മോളുടെ വീട്ടിൽ നിന്ന് ഒരു കുരങ്ങനെ പിടികൂടി, വനം വകുപ്പ് പറഞ്ഞിട്ട്. ഞാനും കരഞ്ഞു. ആ കുട്ടി ഭയങ്കര കരച്ചില്ല. ഞങ്ങളത് പാലോടുകൊണ്ട് തുറന്നു വിട്ടു. ഈ മോള് സത്യസന്ധമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന മോളാണ്. ഈ മോള് നിസ്കരിക്കുമ്പോൾ ആ കുരങ്ങ് നിസ്കരിക്കും. പറഞ്ഞ് വിശ്വസിക്കുമോ? അതിനെക്കൊണ്ട് കാട്ടി വിട്ട് അത് ജീവിക്കുമോ? ഞങ്ങളുണ്ട് തുറന്ന് വിട്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ മറാഠിക്കാരോട് അന്ന് പറഞ്ഞു, ആ ചാക്കെടുത്ത് തലയിൽ മൂടുന്നു. ആ മോള് മുട്ടാക്കിട്ടിരിക്കണൊക്കെ മൂടുന്നു. ആ കുരങ്ങ് അതിനെ അന്നോ പിറ്റുന്ന പെരുമ്പാമ്പോ എന്തെങ്കിലും പിടിച്ചാണ്, പാവം തന്നെ. അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടിൽ വളർന്ന എല്ലാ ജീവികളും, അപ്പം നമ്മൾ നിത്യേന നമ്മൾ വിളക്ക് എത്തിക്കുന്നുണ്ട്, അവിടെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന പൂച്ച കാണും, നായി കാണും, എല്ലാം കാണും. പക്ഷേ എല്ലാവരെയും അത് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ആ മൃഗങ്ങൾ പോകുന്നു. പക്ഷെ ലോകത്ത് എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ കഴിവുള്ള ഒറ്റ ജീവിയുള്ളൂ, അത് എൻ്റെ പാമ്പുകൾ മാത്രം. കാരണം എല്ലാവരെയും ഒരു നിഴലായി, എക്സ്ട്രാ നെഗറ്റീവായി, ഷാഡോയായിട്ട് മാത്രം കാണുന്നു. എല്ലാവരെയും തുല്യരായിട്ട്, ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, എല്ലാവരും ഒരു നിഴലായിട്ടേ കാണാൻ പറ്റുന്നു. അവിടെയാണ് ഞാൻ ഗുരുദേവനെയും ഇദ്ദേഹത്തിനെയും ബഹുമാനിക്കുന്നത്. ലോകത്ത് ഈ ഒരു സാധനമേ ഉള്ളൂ. കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത, കൈയും കാലുമില്ല, ഓടാൻ പറ്റാത്തൊരു ജീവി. ഒന്ന്, പാമ്പിനെ എന്തുകൊണ്ട് ആരാധിച്ചൂടാ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ആരാധിച്ചൂടാ? കാരണം ഒരു ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങൾ. ഇന്ന് ഭൂമിയിൽ അവരുടെ പല്ലിൻ്റെ പുറകിൽ ഗ്ലാൻഡിലിരിക്കുന്ന വെനം കൊണ്ട് കടിച്ച് കൊല്ലാനും അതേ വെനം കൊണ്ട് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിവുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, സ്നേക്ക് വെനം. ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് ലയിപ്പിക്കുന്ന മരുന്നിൽ, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മറുമരുന്ന്, ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ തലച്ചോറിനകത്ത് രക്തം കട്ട പിടിച്ച് ലയിപ്പിക്കുന്ന മരുന്ന്. ഇതിൽ നിന്ന് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ലോകത്ത് ഭൂമിക്ക് മുകളിൽ 95% പ്രോട്ടീൻ അടങ്ങുന്ന ഒരു സാധനം പാമ്പിൻ്റെ വെനമാണ്. ലോകത്ത് വേറെ ഒന്നുമില്ല, ഭൂമിക്ക് മുകളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് ഹൈന്ദവരായ അമ്പലവിശ്വാസികൾക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് അറിയുമോ? നമ്മളൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധം അമൃത് എന്നാണ്. അമൃത്, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ അമൃതിൻ്റെ പിറകെ ആ അമൃത് എടുക്കാനായി പാലാഴിയും അതിന സമയത്ത് മന്ദരപർവ്വതത്തിൽ ചുറ്റി വരുന്നു എന്ന് പറയുന്ന പാമ്പെന്ന് പറയുന്നത് വാസുകിയാണ്. വാസുകി എന്ന് പറഞ്ഞ പാമ്പ് രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ ഭൂമിയിൽ ആദ്യത്തെ പേര് കൃഷ്ണസർപ്പം എന്നാണ്.
ഈ കൃഷ്ണസർപ്പം എന്ന് പറഞ്ഞ വാസം ആ മലയിൽ ചുറ്റിയ സമയത്ത് ചുറ്റി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഛർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. ഛർദ്ദിക്കുന്നത് ഫുഡ് മാത്രമാണ്, പക്ഷേ അവൻ്റെ പല്ലിൽ കൂടി ഒലിച്ചു വന്ന വെനം. ആ വനത്തിന് ലോകത്തിൽ ഏറ്റവും നല്ല ആദ്യത്തെ മെസ്സേജ് കൊടുത്തത് ഭഗവാൻ ശിവനവറുകളാണ്. എന്താണെന്നറിയാമോ? അത് കൈകളിൽ ഏറ്റുവാങ്ങി. അതിൻ്റെ മെസ്സേജിൻ്റെ അർത്ഥം എന്താണ്? ഇത് താഴെ വീഴരുത്, ഇത് കേടായി പോകും, അതുകൊണ്ട് അദ്ദേഹം കൈകളിൽ വാങ്ങി. ഇത് താഴെ ഒരിക്കലും ഭൂമി നശിക്കുമെന്നല്ല എൻ്റെ അർത്ഥം, ഇത് കളയാൻ പാടില്ല, ഇത് സൂക്ഷിക്കേണ്ടതാണ്. എന്നെങ്കിലും ഒരിക്കൽ മാനവരാശി മാരകമായ അസുഖങ്ങളെ നേരിടും, അന്നത് പ്രത്യൗഷധമാണ് എന്നുള്ള മെസ്സേജായിരുന്നു അത്. പിന്നെ അദ്ദേഹം ചെയ്ത്, അന്ന് നമുക്ക് ശവപ്പെട്ടികളില്ല, ഫ്രിഡ്ജും ഫ്രീസറും ഇല്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ മെസ്സേജ് എന്തായിരുന്നു? കുടിച്ചു കാണിച്ചു. ഇത് സൂക്ഷിക്കണം, ഇത് അനിവാര്യമാണ്, ലോക ജനത മാരകമായ അസുഖങ്ങൾ നേരിടും, അപ്പോൾ ഇതാണ് പ്രത്യൗഷധം, ഇതാണ് അമൃത് എന്നുള്ളതിൻ്റെ മെസ്സേജായിരുന്നു. രണ്ടാമത് കുടിച്ചു കാണിച്ചു. കുടിച്ചാൽ മരിക്കുമെന്നല്ല അദ്ദേഹം കാണിച്ചു, ഇത് സൂക്ഷിക്കുക, ഉള്ളിൽ അതിൻ്റെ ഗ്ലാൻഡിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതിൻ്റെ മെസ്സേജായിരുന്നു അത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും നല്ല അമൃതം എന്നുള്ള മെസ്സേജ് നൽകിയത് ഇദ്ദേഹമാണ്, ഏറ്റവും അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് നിസ്സാരമാണ്, ഇതൊരു വിശ്വാസപരമായിട്ട് വന്നുകൊണ്ട് ഇതിന് നമ്മൾ കുറേ പേര് തള്ളിക്കളയും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷി സമയത്ത് ഈ കാവുകളും അമ്പലങ്ങളും കുളങ്ങളും എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ കാവുകളുണ്ടാവും. ഇപ്പോൾ സർപ്പക്കാവുകളുണ്ടാകും. പണ്ട് കൃഷി സ്ഥലങ്ങളിൽ നെല്ല് നെല്ലായി വരുമ്പോൾ നെല്ല് കഴിക്കാനായിട്ട് എലി വരുന്നു. എലി ഈ നെല്ല് പാടത്തിറങ്ങി കഴിച്ചിട്ട് ഇതിനകത്ത് പാത്തിരിക്കും. ഈ പാത്തിരിക്കുന്ന സമയത്ത് കരയിൽ നിന്നുള്ള പാമ്പ് നേരെ എലിയെ പിടിക്കാനായിട്ട് വരും. ഈ എലിയെ കഴിച്ചിട്ട് പാമ്പ് ഇതിന് ചപ്പിനകത്തിരിക്കും, ഈ നെല്ലിൻ്റെ മൂട്ടിയിരിക്കും. അപ്പോൾ കൊയ്യാൻ വരുന്ന ആൾക്കാർക്ക് കടി കിട്ടുന്നു, മരണപ്പെടും. അപ്പോൾ അന്നത്തെ നാടുവാഴികൾ ഈ പാലും മഞ്ഞപ്പൊടിയും മുകളിലേക്ക് വെച്ചു. അപ്പോൾ എലി നെല്ല് കഴിച്ചിട്ട് എലി നേരെ വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് വരും. അപ്പോൾ വെള്ളം ഇത് കുടിച്ചിട്ട് അവിടെ മാളം ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നു. അപ്പോൾ പാമ്പ് നേരെ ഇവിടെ വന്ന് ഇവനെ പിടിക്കാൻ വരുന്നു. അപ്പോൾ കൊയ്ത്തുകാർക്ക് അപകടം ഉണ്ടാവുന്നില്ല. ഇതൊക്കെ പരമമായ സത്യങ്ങളല്ലേ? ഞാൻ പക്ഷെ പാമ്പിനെ ആരാധിക്കുന്നു കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളുള്ളത് കൊണ്ടാണ്. സുരേഷ് ചേട്ടന് ഒരു അപകടമൊക്കെ നടക്കുന്ന സമയത്തെ മുൻകൂട്ടി കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നല്ലൊരു ചോദ്യമാണ്. കാരണം അപ്പോൾ അത് ഈ വിശ്വാസം കൊണ്ടാണെന്നാണോ സുരേഷ് ചേട്ടനെ തോന്നുന്നത്? 100%. കാരണം ഞാൻ ഈ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുന്നേ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി. ആ വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവറുടെ അടുത്ത് ഞാൻ 1 മാസം കൊണ്ട്, ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഇടയിൽ വണ്ടി സൂക്ഷിക്കണം, വണ്ടി ആക്സിഡൻ്റ് ആവാൻ പോവുകയാണ്, വണ്ടി ആക്സിഡൻ്റ് ആവും, വണ്ടിയിൽ ഞാനുണ്ടാവാൻ പോകുന്നില്ല എന്നാണ്. കൃത്യമായി ഞാനില്ലായിരുന്നു, വണ്ടി ആക്സിഡൻ്റ് ആയി. ഞാൻ എൻ്റെ അനിയത്തിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ മറ്റൊരു വണ്ടിയിൽ കോട്ടയത്ത് ഒരു എൻഗേജ്മെൻറ്റിന് പോകണം. അപ്പോൾ ഞാൻ ഈ വണ്ടി കയറിയപ്പോഴേ സദ്യ തന്നെ ഇന്ന് വന്ന വണ്ടിയുടെ ആളിനോട് ഞാൻ പറഞ്ഞു, അളിയാ എന്തോ ഒരു പന്തികേടുണ്ട്, അല്ലെങ്കിൽ വണ്ടി സൂക്ഷിച്ചോട്ടിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ എൻഗേജ്മെൻറ്റ് സ്ഥലത്ത് എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചൊരു ബൈക്ക് വന്ന് ഞങ്ങളെ വണ്ടി ഒരു കാരണവശാലും ഇടിക്കുക. അവൻ പുള്ളി കള്ളു കുടിച്ചിരുന്നു, നല്ല കള്ളായിരുന്നു. വന്ന് നമ്മളെ വണ്ടി ഇടിച്ച് ഗ്ലാസ് പൊട്ടി. ആ ആൾ നേരെ നാഷണൽ പെർമിറ്റ് ലോറിയുടെ അടിയിലേക്ക് വീണു. ഭാഗ്യം കൊണ്ട് കയറി ഇറങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കടികൾ എനിക്ക് 16 പ്രാവശ്യം സീരിയസ് ആയി. ഈ 16 കടികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 കടികൾ. എൻ്റെ അനിയത്ത് ആരെടുത്തോണ്ട് എൻ്റെ അടുത്ത് സഹകരിക്കുന്നവരടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് കൃത്യമായിട്ടറിയാം. സുനാമി ഞാൻ സ്വപ്നം കണ്ട ആളാണ്, എന്തറിയാമോ? ഈ കഴിഞ്ഞ സുനാമി ഞാൻ സ്വപ്നം കണ്ട ആളാണ്. അന്ന് ഞാൻ തമിഴ്നാട്ടിൽ നാറൂരിലുണ്ട്. പക്ഷെ അടുത്ത ദിവസം ഞാൻ അറിയുന്നില്ല, എൻ്റെ 4 ചുറ്റും വെള്ളം കൊണ്ടുപോയി, ഞാൻ നടുക്കുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ വരാനിരിക്കുന്ന അപകടങ്ങൾ നേരത്തെ എനിക്ക് എങ്ങനെയാണ് ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. ഇനി മമ്മൂട്ടി സാർ അയ്യർ ദി ഗ്രേറ്റ് പറയുന്ന കണക്ക് ഇനി തലച്ചോറിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടാകുന്നതാണോ എന്നൊന്നും എനിക്കറിയാം. എന്തായാലും വരാനുള്ള അപകടങ്ങൾ എനിക്ക് നേരത്തെ അറിയാൻ പറ്റുന്നു. അതൊരു കാര്യമായിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവൻ്റെ കാറടിക്കുന്നത്, ഞാൻ കാറടിക്കുന്ന സമയത്ത് നിലമേൽ വെച്ചിടിച്ചപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു സൂക്ഷിക്കണം എന്ന് ഇടിച്ചു, നട്ടൽ പൊട്ടി. മതിലിടിഞ്ഞ് വീണിട്ട് പാമ്പിനെ പിടിക്കാണ്ട് മതിൽ പിടിച്ചിടിഞ്ഞ് വീണിട്ട് നട്ടൽ പൊട്ടി. പോത്തൻകുടി വെച്ച് കാറടിച്ചിട്ട് നട്ടൽ പൊട്ടി. ഇതെല്ലാം ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ എൻ്റെ രാജീവ് എന്നൊരു ചെറുപ്പക്കാരന് വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, രാജീവ് എന്തോ ഒരു അപകടം പറ്റിയിരിക്കുന്നു, നോക്കിപ്പോണമെന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുന്നതിന് മുന്നേ ഒരു നായി വന്ന് എൻ്റെ അടി കയറി ഫ്രണ്ടിലത്തെ ബോണറ്റ് ഇടിച്ചിട്ട് ഫ്രണ്ടിലത്തെ ഗാർഡെല്ലാം പൊട്ടിപ്പോയി. 10-25 രൂപ ചിലവാക്കേണ്ടി. അപ്പോൾ ഇതെല്ലാം ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങളായിരുന്നാലും നിങ്ങൾ ഈ മൈക്കിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ മൈക്കിൽ അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. ഉറപ്പായിട്ടാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കെല്ലാം നേരത്തെ പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുമ്പോഴേ നമുക്കൊരു ഉൾഭയം ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ തയ്യാറായിരിക്കും. കാരണം അത് വാങ്ങാൻ വേണ്ടി ഞാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിജീവിക്കാൻ എനിക്ക് പറ്റും. ഇന്നത് വരും, അപ്പോൾ നമുക്ക് സ്വീകരിച്ചേ പറ്റൂ.
കോട്ടയത്തെ കടി എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ മരിക്കും എന്നുണ്ട്. എൻ്റെ റൂമെല്ലാം നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ എൻ്റെ റൂമെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം അടുക്കി വെച്ച് എൻ്റെ ബോഡി കൊണ്ടുവരാനുള്ളതല്ലേ. മരിക്കുന്നിട്ട് സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിനോട്ട് പാകപ്പെടുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാൻ മരണത്തെ എപ്പോഴും ഞാൻ എന്താ പറയുക അടുത്ത് കാണുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ട്രിവാൻഡ്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നമ്മൾ ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിലുള്ള ഒരു പാമ്പിനെ പിടിക്കുന്നുള്ള പ്രേം സലീം അന്വേഷിച്ചാൽ മതി. പുള്ളി മരണപ്പെട്ടു. അവസാനത്തെ കോൾ കൊടുക്കുന്നത് ഞാനാണ് പുള്ളിക്ക്. ഞാൻ പാമ്പടിയിട്ട് മരണപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുന്നു. അപ്പോൾ രാവിലെ തൊട്ട് അവരെന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ വൈകുന്നേരം ഞാൻ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടുത്താണ്, നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമോ, സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി പാമ്പിനെ പിടിച്ച് ചാക്കിലേക്ക് കെട്ടി വെളിയിൽ വന്നു. ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോൾ കുറച്ച് കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് കുറച്ച് അമ്മമാർ പണി കഴിഞ്ഞിട്ട് വരുന്നു. അവർക്ക് കാണിക്കാൻ വേണ്ടി പുള്ളി അടിച്ച് തറയിലിട്ട് കാണിച്ച് തള്ളവരലിൽ കടിച്ചിട്ട് 9:30 കൂടെ ഇരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത്, സുരേഷ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ ലാസ്റ്റ് കടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പോകരുത്, നിങ്ങൾ അഡ്മിറ്റ് ആവണം. എന്നിട്ട് ഫോൺ മറ്റേ ആളുടെ കൊടുക്കാൻ പറ്റും. മറ്റേ ആളുടെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര പുള്ളിക്കാരനൊരു 1/2 മണിക്കൂർ 1 മണിക്കൂറിനകത്ത് പുള്ളി മരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ 1 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി മരിച്ചു. പിന്നെ അതുപോലെ ഈ അടുത്ത കാലത്ത് കോരാണിയിൽ ഒരു അമ്മയ്ക്ക് അണലിയുടെ കടിയായിട്ട് പകൽ വഴി കൂടെ വന്ന അമ്മ അണലി അടിച്ചു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ICU വാർഡിലേക്ക് വന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വാർഡിലേക്ക് വരുന്നു. അപ്പം ഞാൻ പോയി അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ കൂടെ വന്ന ആളിനോട് ഞാൻ ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, അമ്മ ഇന്ന് രാത്രി മരിക്കുമെന്ന് പറഞ്ഞു. കൃത്യം 1:30 അമ്മ മരിച്ചു ആ രാത്രി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറേ സംഭവങ്ങളുണ്ട്. ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്കിത് 1 എപ്പിസോഡുണ്ടോ 2 എപ്പിസോഡുണ്ടോ 5 എപ്പിസോഡുണ്ടോ നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയ്ക്ക് അനുഭവങ്ങൾ പറയാനുണ്ട്.